മദീനയിലെ തളർവാദം പിടിച്ച ഉമ്മാമയെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളെ സ്വന്തം പൊരേലമ്മാമ അല്ലെ പെറ്റ തള്ള അതിങ്ങനെ കടന്നാൽ നമ്മളെ അവസ്ഥ എന്താ? എങ്ങനെങ്കിലും എവിടെങ്കിലും കൊണ്ടാക്കാൻ പറ്റുമോ നോക്കൂ അല്ലേ, അല്ലെങ്കിൽ ഹോം നൈസിന് കിട്ടുമോ നോക്കൂ. നമുക്ക് മൂക്കിങ്ങനെ ഇങ്ങനെ ഒരു അറപ്പ, അത് കാണുമ്പോൾ നെറ്റിക്കൊരു ചുളിവ്, പുരികത്തിനൊരു വളവ്, ആ മൂത്രത്തിന്റെ മണമൊന്നും ഞമ്മക്ക് പിടിക്കൂല. അതിനൊക്കെ വേറെ ആരെങ്കിലും. അള്ളാന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞതെന്താ? നമ്മളെ സ്വർഗം കിടക്കുന്നത് തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലടിക്ക് കീഴിലാണ്. ആ ഉമ്മാക്കൊരു രോഗം വരുമ്പോ ആശുപത്രി കൊണ്ടോണം. അപ്പൊ മൂത്തോൻ പറയാ, റഫീഖിനെ വിളിച്ചോളി, ഓനാട് വെറുതെക്കല്ലേ. അപ്പൊ റഫീഖ് കഴിഞ്ഞ ആഴ്ച ആനല്ലേ പോയത്, എന്താ മോയമേനൊന്ന് പോയാല് വോളിബോൾ കെട്ടണായിരി ഉമ്മാനെ. ഇത് കേൾക്കണ ഉമ്മാന്റെ മനസ്സെന്താ വേദനിക്കാറിയങ്ങള്. പടച്ചോനെ, കുട്ടിയൊക്കെ ഞാനൊരു ഭാരായി എന്നാ തോന്നണത്. അങ്ങോട്ട് വിളിച്ചാളല്ലാ. ഒരു ഉമ്മന്റെ മനസ്സ് പൊട്ടി ആ ഉമ്മയെങ്ങാനും കരഞ്ഞു പറഞ്ഞു പോയാൽ നമ്മൾ മക്കൾ എന്തിനു പറ്റും? മക്കളെ, ആ ഉമ്മ മരിച്ചിട്ട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാകും? നമ്മൾ ഇത്ര ചെറിയ പ്രായത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടാ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. നമ്മളറിയോ? ഗർഭം ചുമന്ന കാലത്ത് ഉമ്മ സഹിച്ച വിഷമം നമുക്കറിയോ? നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമുക്ക് ആ ഓർമ്മന്നല്ല. അതുകൊണ്ട് ആ ഉമ്മനെയും ബാപ്പനെയും ആദരിക്കണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം സൂറത്തു ലുഖ്മാനിൽ അല്ലാഹു തആല ഉമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നിന്നെ 2 കൊല്ലം ഉമ്മ 10 മാസം ഗർഭം ചുമന്നു, 2 കൊല്ലം മുലപ്പാല് തന്നു എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വാപ്പ ചെയ്ത സേവനമൊന്നും ഖുർആനിൽ അല്ലാഹ് എടുത്തു പറയുന്നില്ല. അതെന്താ വാപ്പ ചെയ്തത് എടുത്തു പറയാതെ ഉമ്മ ചെയ്തത് മാത്രം എടുത്തു പറഞ്ഞു എന്ന്? അതിന് ഇമാമിങ്ങൾ തന്ന വിശദീകരണം, വാപ്പ നമുക്ക് ചെയ്ത സേവനങ്ങളൊക്കെ നമ്മൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കാണ് അല്ലേ. വാപ്പ നമ്മളെ സ്കൂളിൽ ചേർത്താനായത് മുതൽക്കാ പിന്നെ നമ്മളെ കൂടെ ഉള്ളത്. ആട് നിങ്ങട്ടുള്ളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട്. എന്നാൽ 2 വയസ്സ് വരെയുള്ള സേവനങ്ങള് മൊത്തം ഉമ്മയെ ചെയ്തത്. പാപ്പ നല്ലോണം ചിരിച്ചുകൊണ്ടിരിക്കണ സമയത്തൊക്കെ ആണെങ്കിൽ ഇന്ന് എടുത്തു വന്നിട്ട് എന്താ കുഞ്ഞുമോനെ എന്നൊക്കെ ചോദിക്കും. മൂത്രമൊഴിച്ചാലോ എന്നാ വാത്തുമ്മാന്റെ കുട്ടീനെന്ന്. കരഞ്ഞാലോ ഇതിനൊന്ന് കരച്ചിലാറ്റിയാന്നറിയും. അന്ന് മൂപ്പരെടുത്തില്ല, അക്കോ ഭാര്യന്റെ അടുത്തുള്ള. എന്നാൽ നിങ്ങൾക്ക് ഉറപ്പല്ലേ നമ്മളൊക്കെ എവിടെ താമസിച്ചിന്? ഉമ്മാന്റെ പള്ളയെ താമസിച്ചല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉമ്മന്റെ പള്ളയെ താമസിച്ചത് ഭയങ്കര ഓർമ്മശക്തി തന്നെയാണ്. വേറെ ആർക്കും ഇവിടെ ഓർമ്മല്ല. അറിയൽ ഓർമ്മിക്കലല്ല കേട്ടോ. അറിയൽ എല്ലാവർക്കും ഉറപ്പാണ്. നമ്മളൊക്കെ എവിടെ താമസിച്ചാണ്? ഉമ്മാന്റെ പള്ളയെ താമസിച്ചാണ്. പക്ഷെ ആ കാലഘട്ടം നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല. നമ്മളൊക്കെ ഉമ്മാന്റെ മുല കുടിച്ച് വളർന്നവരാണ്. ആർക്കെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഞാൻ മുല കുടിച്ചിരുന്നു എന്ന്? ഇല്ല. അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കണം. അതുകൊണ്ടാ ഖുർആൻ അത് പറഞ്ഞത്. മറ്റ് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കാ വാപ്പാന്റെ സേവനം എന്നാ. ഉമ്മ ഗർഭം ചുമന്ന സമയത്ത് ഉമ്മാന്റെ ശരീരത്തിൽ മുഴുവനും നീര് കെട്ടി. ഉമ്മാന്റെ കാലിന്റെ തുടയിലതാ നരമ്പുകൾ ഇങ്ങനെ തടിച്ചു നിന്നു. ഉമ്മാന്റെ പുറത്ത് വലിയ വേദനയാണ്. നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. പല ഉമ്മമാരും 10 മാസം പൂർത്തിയാക്കാൻ കാല് മേലോട്ട് കയറ്റി വെച്ച് മാസങ്ങളോളം മലർന്നു കിടന്നു. അങ്ങനെ വേദന സഹിച്ച് മരണത്തിന് സമാനമായ വേദന സഹിച്ചാണ് ഉമ്മമാര് നമ്മളെ പ്രസവിച്ചത്. ആ ഉമ്മാനെ നമ്മൾ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഉമ്മ കുളിച്ച് വൃത്തിയായി വന്ന് നമ്മളെ ഒന്ന് സ്നേഹത്തോടെ എടുത്ത് അമ്മിഞ്ഞ തരുന്ന നേരത്തതാ യാതൊരു ദയയും കാണിക്കാതെ കുളിച്ചു വന്ന ഉമ്മയുടെ മടിയിലേക്കും കയ്യിലേക്കും വിസർജിച്ചു കൊടുത്തപ്പോൾ ഉമ്മ നമ്മളെ ചീത്ത പറഞ്ഞിട്ടില്ല. ഒരു ഉമ്മ തന്നതിന് ശേഷമാണ് ആ വിസർജ്യങ്ങളെ ഉമ്മ കഴുകിക്കളഞ്ഞത്. ഇതൊന്നും 2 ദിവസമല്ല, മാസമല്ല, കൊല്ലങ്ങളാണ്. ആ ഉമ്മക്കൊന്നും സുഖമില്ലാതെ ഒരാഴ്ച കടന്നപ്പോഴേക്ക് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോളിബോൾ കളിക്കണം. ജീവിക്കോ, അനക്കെന്താ പോയാല് അനക്ക് പറ്റൂലേ? ഒരു ദിവസം ഉമ്മാന്റെ അടുത്ത് മോളെ വിളിച്ചു നോക്കാം. നമുക്ക് ഇവിടെ കുട്ടികളാണ്, ഒക്കെ മദ്രസ പോണോലാണ്. ആർക്കും നേരല്ല, ആർക്കും സമയല്ല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകരുത്.
നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് രോഗം പിടിച്ചവരെ പരിപാലിക്കണം, അവർക്ക് സേവനം ചെയ്യണം, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കണം. മഹാനായ അസ്ലം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജോലിക്കാരനാണ്, ഭൃത്യനാണ്. മഹാൻ പറയുന്നു, ഉമർ ഖത്താബ് തങ്ങളെ കൂടെ ഒരു രാത്രി ഇങ്ങനെ നടന്നു പോവാണ്. ഒരു കുടിലിൽ നിന്ന് കരച്ചിൽ കേട്ടു. അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ നിലവിളിച്ച് കൊണ്ടുള്ള കരച്ചിലാണ്. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അവളുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഭാര്യക്ക് പ്രസവ വേദന എടുത്തതാണ്, അതിനെന്തിനാ കരയണെന്ന് ചോദിച്ചു. ഈ പരിസരത്തൊന്നും വീടുകളില്ല, പ്രസവത്തിന്റെ സമയത്തൊന്നും ധൈര്യത്തിന് കൂടെ നിൽക്കാൻ ഒരു പെണ്ണുമില്ല. ആ ബേജാറില്ല, പ്രസവം എടുക്കണ്ട, കുട്ടീനെ എടുക്കണ്ട, അതിനാളില്ല എന്ന്. ഇത് പറഞ്ഞ സമയത്ത് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് തങ്ങളെ കണ്ണിന്ന് ഇങ്ങോട്ട് വെള്ളം ചാടി എന്നാ പറയുന്നത്. നമ്മളൊക്കെ ഓർമ്മയിൽ ഉമർ ഖത്താബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? കയ്യിലൊരു വാളൊക്കെ പിടിച്ചിട്ട് ധീരശൂര വീരപരാക്രമി എന്നൊക്കെ, അങ്ങനത്തെ ഒരു ചിത്രം നമ്മളൊക്കെ മനസ്സിലുള്ളത്. എത്ര ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമ, നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഭാര്യനെ ലേബർ റൂം കയറ്റിയിട്ടുണ്ട്, പ്രസവത്തിന് കയറ്റിയിട്ട് നമ്മൾ കണ്ണിന്ന് വെള്ളം വന്നണോ? നമ്മൾ പുറത്തിങ്ങനെ വടായും വിട്ട് പത്രം വായിച്ചു കുത്തിരിക്കല്ലേ, വീടിയും വലിച്ചു കുത്തിരിക്കുകയാണ്. അതേ സമയത്ത് ഇത് വേറെ ഏതോ ഒരു ചങ്ങാതിയുടെ ഒരു സഹോദരന്റെ ഭാര്യക്ക് പ്രസവ വേദന വന്നു എന്ന് പറഞ്ഞപ്പോ കണ്ണിന്ന് വെള്ളം വന്നു. എന്നിട്ട് അവിടെ തീർന്നോയില്ല. ഉടനെ അതാ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ എന്ന മഹദിയെയും കൂട്ടി നാടിന്റെ ഭരണാധികാരി ഈ ഗ്രാമീണന്റെ കുടിലിലേക്ക് പോകുന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ആ പ്രസവം എടുക്ക്. ചെറുപ്പക്കാരനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കാറ്. എന്നാ ഈ പുരക്കാർക്കറിയോ ഇത് ആരാ ടീമെന്ന്? ഇല്ല. ഉമർ ഖത്താബ് തങ്ങൾ വേഷപ്രച്ഛന്നനായിട്ടാ വന്നത്, ആളെ തിരിയില്ല. അങ്ങനെ പുറത്തുനിന്ന് നാട്ടുവർത്താനം നടക്കുന്നു, അകത്ത് പ്രസവം നടക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴതാ മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വിളിച്ചു പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ ബശ്ശിർ സാഹിബക ബിഗുലാം. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൂട്ടുകാരനോട് സുവിശേഷം പറയുക, അദ്ദേഹത്തിന്റെ ഭാര്യ ഇതാ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അപ്പോഴാ പുരക്കാരറിഞ്ഞത് അമീറുൽ മുഅ്മിനീനും ഭാര്യയാണല്ലോ പടച്ചോനെ. ആ ചെറുപ്പക്കാരൻ കാൽക്കൽ വീണ് കരഞ്ഞു, തങ്ങളേത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പണിക്കുങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. ഉമർ ഖത്താബ് നിങ്ങൾ ആശ്വസിപ്പിച്ചു, നമ്മൾ ആര് എപ്പം സേവനം ചെയ്യണം പറയാൻ പറ്റൂല മോനെ. അവർക്ക് ആവശ്യമുള്ള പണവും കൂടി കൊടുത്തിട്ടാണ് അവിടുന്ന് പോരുന്നത്. ഇതിലെ അമ്മക്കൊക്കെ പാടുണ്ട്. നമ്മൾ അയൽവാസി മാസങ്ങളായില്ലേ അവിടെ അതാ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. കൂടെ നിൽക്കാൻ ആകെ ഒരു കുടുംബത്തിലൊരു പെണ്ണാണുള്ളത്. ഓൾക്കൊന്ന് തിരുമ്പി കുളിക്കാനും മാറ്റാനും ഒരുങ്ങാനും ഒന്ന് വീട്ടിൽ വന്നു പോകാനും ഒഴിവില്ല. നമുക്കേതായാലും വെള്ളിയാഴ്ച ലീവാ, അല്ലേ ഞായറാഴ്ച അവധിയാണ്. നമ്മൾ പറഞ്ഞോ, ഒരു കാര്യം ചെയ്യ്, ഈ രാവിലെ പോയിട്ട് ഒന്ന് അവിടെ നിന്നോൾക്ക്, വൈകുന്നേരം വരെ നിന്നാൽ ആ പെൺകുട്ടിക്ക് ഇവിടെ വന്നൊന്ന് തിരുമ്പി കുളിച്ച് പോകാലോ, ഇവിടെ ഞാൻ നോക്കിക്കോളാം കുട്ടികളെ. നമ്മൾ ആരെങ്കിലും പറയലുണ്ടോ? ഉമർ ഖത്താബ് തങ്ങളെ പ്രവർത്തനം നമുക്ക് മാതൃകയല്ലേ. സ്വന്തം ഭാര്യനെ കൊണ്ടുപോകണം അങ്ങോട്ട്. പമ്മക്കളെ പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം, പെങ്ങന്മാരെ പറഞ്ഞു വിടാൻ പറ്റണം. ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ വ്യയം ചെയ്താൽ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ രോഗികളാകും. നമ്മളും ശരീരം തളരും, നമ്മളെ ആരോഗ്യം ചോരും. ആ ഘട്ടത്തിൽ നമുക്കൊരു ഹിദമ കിട്ടാൻ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കും നാളെ ഇതുപോലെ സന്തോഷിക്കാൻ, നമുക്കെന്തെങ്കിലും ഒരു പരിചരണം തരാൻ ഇവിടെ ആളുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മളുടെ ആരോഗ്യം നമ്മൾ ഇങ്ങനെയുള്ള ഹിദമകൾ കൂടി മാറ്റിവെക്കണം. ഞങ്ങൾ വരി ദ്വാരക്കാൻ പോവാണ്. അതേപോലെ ഒറ്റ വാക്കുകൂടി പറയാം.